ആഴിമല, പിന്നെ ജടായൂരാ, ജടായുപാറ. അതെവിടെ ഇരിക്കുന്ന അറിയാമോ? കുലശേഖരമാ. അതാണ് കേരളത്തിലെ ചടയമംഗലം. அப்புறம் இன்னைக்கு என்னெல்லாம் பிளான்ஸ்? ചടയമംഗലം. இன்னைக்கு என்னெல்லாம் சாப்பிட போறோம்? இன்னைக்கு நம்ம சிக்கன் பிரியாணி, மட்டன் பிரியாணி, உடனே சொல்லு. முட்டை, ஆன பிரியாணி, குதிரை பிரியாணி எல்லாம். ஆன பிரியாணி, குதிரை எல்லாம் சொல்லு. அவ்வளவுதான். ഒരു പൊട്ട് വെക്കാതെ വിഷ്ണു നീ. എന്നിട്ട് പൊട്ട് ബിരിയാണി, കൊത്തു പൊറോട്ടയാ കൊക്ക് പൊറോട്ടയാ? കൊത്തു പൊറോട്ട, എന്നിട്ട് ദോശ. ശരി, നമുക്ക് ഫസ്റ്റിൽ അച്ഛനും അമ്മയും റെഡി ആയോ? ചടയമംഗലമാണോ ജടായുമംഗലാണോ? ജടായുമംഗലം ആയിരിക്കുമല്ലേ ഒരു പക്ഷേ ജടായുമംഗലം തന്നെ പറഞ്ഞു അങ്ങനെ മരുവി വന്നത് ചടയമംഗലം. മരുവി വന്നു, അതായത് തമിഴിലേ അറിയാൻ പറ്റും. അതായത് അതിന് അങ്ങനെ പറഞ്ഞു അങ്ങനെ മാറിയത് വായ്മൊഴി. അതിന് മരുവി വന്നത് പറയുന്നത്. മരുവി വന്നത് വരുമെന്ന് വെച്ചാൽ അത് യഥാർത്ഥ പേര് പറഞ്ഞ് നമുക്ക് മാറുന്നത്. വിളിക്കാറില്ലേ പെണ്ണെ എന്നുള്ളതിനെ എന്ന് വിളിക്കാറില്ലേ? അതുപോലെ അത് നമ്മളെ ലോക്കൽ അതുപോലെ തന്നെ ചെന്നൈയിൽ ഇപ്പൊ എത്രയോ പേരുകളുണ്ടല്ലോ. തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഇങ്ങനെ പറഞ്ഞില്ലേ, തിരുവനന്തപുരം എന്നുള്ളത്. അതുപോലെ ഇപ്പൊ ചെന്നൈയിൽ എത്രയോ പ്ലേസസ് ഉണ്ടല്ലോ. പൂവിരുന്തവല്ലി, അതാണ് പൂന്നമല്ലിയായത്. തിരുവല്ലിക്കേണി, അതാണ് ട്രിപ്ലിക്കേണായത്, തില്ലക്കേണിയായത്. തിരുവല്ലിക്കേണിയാണ് തില്ലക്കേണി എന്ന് പറഞ്ഞത്. തിരുവല്ലിക്കേണി. തിരുവല്ലിക്കേണി. അതേപോലെ സയ്യദ് ഷാ പേട്ട്, അതാണ് സൈദാപേട്ട. സയ്യദ് ഷാ പേട്ട്, സൈദാപേട്ട്. സിക്കന്ദർ ഷാ പേട്ട്, സിന്ദാതിരിപ്പേട്ട. സിന്ദാതിരിപ്പേട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ സിക്കന്ദർ ഷാ പേട്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ചേട്ടൻ തിരിച്ചു പോയി. ചേട്ടൻ നമ്മളെ കൂടെ ഈ യാത്രയിലില്ല. ഇത് അമ്മൂമ്മയും മക്കളും പേരക്കുട്ടികളും മാത്രമുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ആരും ഉറങ്ങിയില്ല, അതാണ് വീണ്ടും പുതിയ സിനിമയുടെ പാട്ടല്ലേ? രണ്ടാം മോശം തോമസ് അതിൽ ക്യാരക്ടർ. ടൊവിനോ തോമസ്. എല്ലാരും ടൊവിനോ പറയാം, അവള് തോമസ്. ഈ കാണുന്നത് മേൽപ്പുറത്ത് നിന്നും കുഴുത്തരയ്ക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ അളപ്പംകോട്ടപ്പൻ്റെ എഴുന്നള്ളത്താണ് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ കൂടെയും ആ അമ്പലത്തിലേക്ക് പോവാം. അളപ്പംകോട്ട അമ്പലത്തിൽ പോകുന്ന വഴി ഇവിടെയും പോവാം. മേൽപ്പുറം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അങ്ങനെയും പോവാം.
ആദ്യം എത്തിയത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലാണ്. നെയ്യാറ്റിൻകരയ്ക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 111.2 അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവലിംഗമാണ്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കാമെന്നും ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മഹാഗണപതി, ബാലഗണപതി, ഉച്ഛിഷ്ട ഗണപതി, നടന ഗണപതി, ഇങ്ങനെ 32 ഭാവങ്ങൾ. ശിവപാർവതിയും ഉപപ്രതിഷ്ഠകളായി ഗണപതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും ഉള്ളതിനാൽ ശിവകുടുംബ ക്ഷേത്രമായി അറിയപ്പെടുന്നു. 200 രൂപ ടിക്കറ്റ് കൊടുത്ത് ശിവലിംഗത്തിനുള്ളിൽ പ്രവേശിക്കാം. പിന്നീട് അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല. അവിടെ ക്ലോക്ക് റൂമുണ്ട്. തിരിച്ചു വരുമ്പോൾ അത് വാങ്ങാവുന്നതാണ്. ശിവലിംഗത്തിനുള്ളിൽ 7 നിലകളിലായി മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട മൂർത്തികളെയും 108 ശിവലിംഗങ്ങളെയും കാണാം. ഏറ്റവും മുകളിലത്തെ നിലയിൽ നമ്മൾ എത്തിച്ചേരുന്നത് കൈലാസത്തിലാണ്. അവിടെ ശിവപാർവതി പ്രതിഷ്ഠയുണ്ട്. ശരിക്കും കൈലാസത്തിലെത്തിയ പ്രതീതി തന്നെയാണ്. അതുവഴി ഹനുമാന്റെ രൂപത്തിലുള്ള പാത വഴി താഴോട്ട് വരുമ്പോൾ അഷ്ടലക്ഷ്മികളെയും വൈകുണ്ഠവും ദർശിച്ച് മടങ്ങാവുന്നതാണ്. തീർച്ചയായും അവസരം ലഭിക്കുമ്പോൾ കാണേണ്ട ക്ഷേത്രമാണിത്. അടുത്ത് നമ്മൾ എത്തിയത് ആഴിമലയിലാണ്. കടലിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രമാണിത്. ഈ സ്ഥലത്തിൻ്റെ പ്രധാന സവിശേഷത എന്നത് യോഗികൾ തപസ്സിരുന്ന സ്ഥലമായിരുന്നു എന്നതാണ്. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് അവർ ഇവിടം വന്നിട്ടുള്ളതായും പറയുന്നു. 6 വർഷത്തോളമായത്രേ ഈ ഗംഗാധരേശ്വരൻ്റെ ശില്പം പൂർത്തിയാക്കാൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് ഇത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരം കാണും ഇവിടേക്ക്. ശില്പത്തിൻ്റെ സൂക്ഷ്മമായ കൊത്തുപണി അവർണ്ണനീയമാണ്. ഈ ശില്പത്തിന് താഴെ യോഗ റൂം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു അറിവുമുണ്ട്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അത് സ്റ്റാച്ചു കിടയാത് ബോട്ട്. നമ്മളിവിടെ എത്തിയത് നട്ടുച്ചയായിരുന്നു. ബീച്ചിലിറങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ പിള്ളേർക്ക് വേണ്ടി വെളിയിലൊന്ന് വെറുതെ ഇറങ്ങിയെന്നേ ഉള്ളൂ. നല്ല വെയിലാണ്. ഇവിടെ വരുന്നുവെങ്കിൽ ഒരു 4 മണി കഴിഞ്ഞാവണം. അങ്ങനെ ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം പോകുന്ന വഴിയിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി ഒരു കടയിലിറങ്ങി. പക്ഷേ അവിടെ നമുക്ക് ആഹാരം കിട്ടിയില്ല. വളരെ നല്ല തിരക്കായിരുന്നു. ഇറങ്ങിയതുപോലെ അങ്ങ് നേരെ തിരിച്ചു കയറി വേറൊരു കടയിൽ പോയി ആഹാരം കഴിച്ച് നേരെ വിട്ടത് ജടായുപ്പാറയിലാണ്. വിചാരിച്ച പോലെയല്ല, ശരിക്കും നല്ല തിരക്കായിരുന്നു. 3:45 എൻട്രി ടിക്കറ്റ് വാങ്ങാനായി ക്യൂവിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് 4:50 കഴിഞ്ഞു. പിന്നെ വീണ്ടും ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എൻട്രി ടിക്കറ്റ് വാങ്ങിയിട്ട് വീണ്ടും അതിനുള്ളിലേക്ക് പോകാനുള്ള, അതായത് കേബിൾ കാറിനുള്ള ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി അത് കുറച്ച് സമയം തന്നെയാണ്. പിന്നെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓരോരോ സെക്ഷനായിട്ടാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ സമയം നമുക്കവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഇവിടെ എൻട്രി ടിക്കറ്റ് 295 ആണ്. പിന്നെ കേബിൾ കാറിനും പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൈസ്, അതായത് ടോട്ടലായിട്ട് ഒരു പേഴ്സണ് നമുക്ക് 610 റുപ്പീസായി. കേബിൾ കാർ പ്ലസ് എൻട്രി ഫീസ് രണ്ടും.
ഇവിടെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, പിന്നെ കൂടെ വന്നവരുടെ ഫോണിൽ ചാർജ് ഇല്ല. അത് കാരണം വീഡിയോസ് എടുക്കാനൊന്നും സാധിച്ചില്ല കേട്ടോ. പിന്നെ ഇതാ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടെ എൻ്റെ അമ്മയ്ക്ക് അവിടെ താഴെ ഇരുന്നിട്ട് എണീക്കാൻ കൂടെ പ്രയാസം. ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് വീഡിയോ കാണുമ്പോൾ. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നല്ല ഒരു അടിപൊളിയായി. ഏതാണ്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് 7:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു. നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ബാച്ച് ആൾക്കാർ അങ്ങ് മേളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടത്. വെക്കേഷൻ ടൈം ആയത് കാരണമാണ് ഇവിടുത്തെ തിരക്ക് കൂടിയതും ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനും. അല്ലെങ്കിൽ 10 to 6 PM വരെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്, ആരുമില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. വീണ്ടും മനസ്സിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.